ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷത്തിൽ ദൃഷ്ടി എന്ന പദം എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കാം. യേശു കർത്താവ് മലപ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള സത്യങ്ങളാണല്ലോ മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ നാം കാണുന്നത്. മർക്കോസിലും ലൂക്കോസിലും ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. മത്തായി 5:29, എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. മത്തായി 18:6. ഇതിൻ്റെ ഗൗരവം നാം നന്നായി മനസ്സിലാക്കണം. കണ്ണാണ് ദാവീദിനെ വ്യഭിചാരത്തിലേക്കും കൊലപാതകത്തിലേക്കുമായി നയിച്ചത്. ദാവീദ് ഉദാസീനനായി തൻ്റെ മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അതുമാത്രമല്ല, സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവൾ അതിസുന്ദരിയായിരുന്നുവെന്ന്. കണ്ട ഉടനെ കണ്ണ് പിൻവലിച്ചിരുന്നുവെങ്കിൽ അവൻ വലിയ പാപത്തിലേക്ക് വീഴുകയില്ലായിരുന്നു. കൺമോഹം കണ്ടു ജഡമുയർന്നു, പാപത്തിലേക്ക് വീണു. എത്ര സങ്കടകരമായ അവസ്ഥയായിപ്പോയി. ഇന്നും അനേകർ പാപത്തിലേക്ക് വീഴുന്നത് ഈ കാരണങ്ങളാലല്ലയോ? തന്നെ ശോധന ചെയ്യാം. നമുക്ക് പാപം ചെയ്യാനുള്ള എല്ലാ പ്രവണതയും നമ്മുടെ ശരീരത്തിലുണ്ട്. കാരണം നമുക്ക് ജഡസ്വഭാവമുണ്ട്. നാം ജഡത്തിന് ആഹാരം കൊടുത്താൽ അത് വളരും. നാം വളരെ കരുതലുള്ളവരായിരിക്കണം. ജഡത്തിൻ്റെ ഇച്ഛകളെ മരിപ്പിച്ചാൽ അത് വളരുകയില്ല. ജഡം ബലഹീനമാകും. എപ്പോഴും പാപത്തിലേക്ക് വീഴാം. ആത്മാവ് ഒരുക്കമുള്ളത്, എന്നാൽ ആത്മീയ ആഹാരം കൊടുത്താൽ അത് വളരും. ആത്മ നിറവുള്ളവരാകാം. ആത്മാവിനെ കെടുക്കാതെ, ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ, ആത്മാവിൽ സന്തോഷിച്ച് ഓരോ ദിവസവും ജീവിക്കാം. ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടും. ദൈവസന്നിധിയിൽ താണിരിക്കാം. അവൻ തക്ക സമയത്ത് ഉയർത്തും. മത്തായി 6:22-24. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്! 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തിനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേരും, മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയില്ല. ഈ വചനങ്ങളുടെ വിശദീകരണം കൂടാതെ തന്നെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. യേശു കർത്താവ് ഈ വചനങ്ങൾ യേശു കർത്താവ് ഉപമകളാലും സംസാരിച്ചു. അത് മനസ്സിലാകാഞ്ഞപ്പോൾ ശിഷ്യന്മാർ അർത്ഥം ചോദിച്ചപ്പോൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തിരുന്നു. എന്നാൽ മലപ്രസംഗത്തിൽ വളരെ വ്യക്തമായാണ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണിൽ കൂടെ കാണുന്നതാണ് നാം ഗ്രഹിക്കുന്നത്. അത് വിളക്കായി സൂക്ഷിക്കണമെങ്കിൽ നാം മുൻകരുതലുള്ളവരായിരിക്കണം. ദാവീദിന് വന്ന വീഴ്ച കണ്ണായിരുന്നു. ജ്ഞാനിയായ ശലോമോൻ മൂഢനായി പോയത് തൻ്റെ കണ്ണല്ലയോ? സഭാപ്രസംഗിയിൽ നാം വായിക്കുന്നത് താൻ ആഗ്രഹിച്ചതെല്ലാം തനിക്ക് ലഭിച്ചു എന്ന്, എല്ലാം മായ എന്ന് മനസ്സിലാക്കി. എത്ര സങ്കടകരമായി പോയി. ഇന്നും അതല്ലയോ സംഭവിക്കുന്നത്? വളരെ സൂക്ഷിക്കാം സഹോദരിമാരെ. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എല്ലാം നമ്മെ നശിപ്പിക്കും. കണ്ണ് കേടുള്ളതായാൽ ശരീരം മുഴുവൻ ഇരുട്ടായിരിക്കും. നമ്മിലുള്ള വെളിച്ചം ഇരുട്ടാകാതെ സൂക്ഷിക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തെയും സാത്താനെയും ഒരുപോലെ സേവിക്കാൻ സാധിക്കയില്ല എന്നറിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് മാത്രം നോക്കി പ്രകാശമുള്ളവരായി ജീവിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ആഹ്വാനം ചെയ്യുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അവർ ജഡത്തിൽ നിന്നല്ല, മനുഷ്യൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, രക്തത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അതെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ മാത്രമാണ് ദൈവമക്കൾ. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും.
അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ദൈവനാമോത്സവത്തിനായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.